മീഡിയാടെക് ഡിമെൻസിറ്റി 7350 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5G പ്രോസസ്സറാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 7350 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന 4nm പ്രോസസ്സറാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതൊരു ഒക്ടാ-കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A715ന്റെ 2 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ കോർടെക്സ് A510യുടെ 6 എഫിഷ്യൻസി കോറുകളാണ് വരുന്നത്. ഇപ്പം പഴയ വെർഷൻസ്, അതായത് മീഡിയാടെക് ഡിമെൻസിറ്റി 7300 അതുപോലെ തന്നെ 7200 എന്നീ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പാരിസനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 7300 എന്ന പ്രോസസ്സറിനേക്കാളും ബെറ്റർ 7200 എന്ന പ്രോസസ്സറാണ്. അപ്പം ഇതിൽ തന്നെ 7200 എന്ന പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ ഒരു CPU എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ GPUയുടെ കാര്യത്തിൽ മാലി G610 MC4 എന്നുള്ള GPU ആണ് ഇതിൽ വരുന്നത്. പിന്നെ മീഡിയാടെക്കിന്റെ ഹൈപ്പർ എഞ്ചിൻ 5.0 പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6400 MB/s ക്ലോക്ക് ചെയ്യുന്ന LPDDR5ന്റെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ NPUയുടെ കാര്യത്തിൽ മീഡിയാടെക് NPU 657 ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിൽ IMAGQ765 ISP ആണ് ഇതിൽ വരുന്നത്. 14-bit HDR ISP ആണ്. പിന്നെ ഇതിൽ 200 MP ക്യാമറ സപ്പോർട്ട് വരെ വരുന്നതായിരിക്കും. 4K 30fps വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. വൈഫൈയുടെ കാര്യത്തിൽ Wi-Fi 6Eയുടെ സപ്പോർട്ട് വരെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് 5.3യുടെ സപ്പോർട്ടൊക്കെ വരും. 5Gയുടെ കാര്യത്തിൽ sub-6 GHz വരുന്ന 5G ആയിരിക്കും ഇതിൽ വരിക. MMI ടെക്നോളജി ഇതിൽ വരില്ല. പിന്നെ ഡൗൺലോഡ് സ്പീഡ് 4.7 GB/s വരെ എത്തുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 7300 എന്ന പ്രോസസ്സറിനേക്കാളും ഒരു അപ്ഗ്രേഡ് വെർഷനൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം ഓവറോൾ നോക്കുമ്പോൾ മീഡിയാടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. അപ്പം ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം എന്ന് വെച്ചാൽ ഒരു 16,000 ടു അതുപോലെ തന്നെ ഒരു 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. ഒരു 20,000 രൂപയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. 25,000 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 30,000 രൂപയ്ക്ക് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും ആയിരിക്കില്ല. എന്നാലും പല ഓഫ്ലൈൻ ഫോൺസിലും ഇതുപോലുള്ള പ്രോസസ്സറൊക്കെ 30,000 രൂപയ്ക്ക് മുകളിലും വന്നേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല ഏത് ഫോണിലായിരിക്കും ആദ്യം ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പല ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7350 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.